എം.ആർ. അജിത് കുമാറിനെതിരെ കേസെടുക്കാനാണ് DGP ശുപാർശ ചെയ്തിരിക്കുന്നത്. എം.ആർ. അജിത് കുമാർ എന്ന് പറയുമ്പോൾ CM-ന്റെ ഒരു ആശ്രിത വത്സരം കൂടിയാണ്. പല ആരോപണങ്ങൾ വന്നിട്ട് പോലും സംരക്ഷിക്കുന്ന ഒരു നിലപാടാണ് CM എടുത്തിരിക്കുന്നത്. ഇപ്പോൾ DGP തന്നെ നേരിട്ട് പറയുന്നു കേസെടുക്കാൻ. സർക്കാർ തീരുമാനം എടുത്തിട്ടില്ല. അല്ല, എനിക്ക് ഈ സർക്കാർ എന്ത് ചെയ്യുന്നു, എപ്പോൾ ചെയ്യുന്നു, അതിലെല്ലാം എനിക്ക് പെടാനൊരു ആഗ്രഹമില്ല. നമ്മൾ കാണുന്നുണ്ടല്ലോ, ഒരു KSIDC എന്ന് പറഞ്ഞ ഒരു സർക്കാർ കമ്പനിയിൽ നിന്ന് 13% ഒരു എക്വിറ്റിയുള്ള കമ്പനി എക്സാലോജിക് സൊല്യൂഷൻസിൽ കാശ് വരുന്നു. ഏതോ ഒരു കമ്പനി കാശ് കൊടുക്കുന്നു, എത്രയോ കമ്പനി കാശ് കൊടുക്കുന്നു. അതിൻ്റെ ഇൻവെസ്റ്റിഗേഷനൊന്നും ആരും നടക്കുന്നില്ലല്ലോ. അപ്പോൾ നോക്കൂ, എനിക്ക് പറയാനുള്ളത്, ഈ കഴിഞ്ഞ 10 കൊല്ലം CPM കോൺഗ്രസിൻ്റെ അഴിമതി പഠിച്ച് കോൺഗ്രസിനെക്കാട്ട് മുമ്പോട്ട് പോകുന്ന ഒരു ചിത്രമാണ് നമ്മൾ കാണുന്നത്. അതുപോലെ ഇതിൽ ഈ പോലീസ് ഓഫീസർ എന്താണ് ഇൻവോൾവ് ചെയ്യുന്നത്? 2 ദിവസം മുമ്പേ കണ്ടല്ലോ, ഒരു ചീഫ് സെക്രട്ടറി, പ്രിൻസിപ്പൽ സെക്രട്ടറി ED കേസിൽ വരുന്നു. ഗോൾഡ് സ്മഗ്ലിങ്ങിനെ പറ്റി കേട്ടിട്ടുണ്ട്. അതും ചീഫ് മിനിസ്റ്ററിൻ്റെ ഓഫീസ് ഒരു കണക്റ്റഡ് ഒരു സീനിയർ ഓഫീഷ്യലായിരുന്നു. അപ്പോൾ ഈ നാട്ടിൽ എന്ത് നടക്കുന്നു, ആരാ ചെയ്യുന്നു, എന്ത് ചെയ്യുന്നു എന്ന് എനിക്ക് ഇതുവരെ പിടികിട്ടിട്ടില്ല. ഞാൻ പേപ്പറും TV-യും കാണുന്ന ആളാണ്. ജനങ്ങളിങ്ങനെ TV-യും കാണുന്നുണ്ട്, പേപ്പറും വായിക്കുന്നുണ്ട്. അവർക്ക് എല്ലാവർക്കും ഒരു ഭയങ്കര കൺഫ്യൂഷനാണ്. ഈ 10 കൊല്ലം ജനങ്ങൾ വിശ്വസിച്ചിട്ട് ഒരു മാൻഡേറ്റ് കൊടുക്കുമ്പോൾ ഇവിടെ തൊഴിലില്ല, നിക്ഷേപമില്ല, ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ല. ഇവിടെ നടക്കുന്നതെല്ലാം ആശാ വർക്കേഴ്സിൻ്റെ സമരം, KSRTCക്ക് ശമ്പളം കിട്ടുന്നില്ല, CPO എക്സാം പാസ്സായി അവർക്ക് തൊഴിൽ കിട്ടുന്നില്ല. എന്നിട്ട് ഇങ്ങനെ ഒരു എക്സാലോജിക്കും വീണ സർവീസ് ടാക്സും ഇന്നിപ്പോൾ നിങ്ങൾ പറയുന്ന മാതിരി ഒരു പോലീസ് ഓഫീസറും. അപ്പോൾ അത് നിങ്ങൾ തന്നെ തീരുമാനിച്ചാൽ മതി. എന്താണ് ഞാൻ പറയേണ്ടത്, ആരാ ജനങ്ങൾ എന്താ പറയുന്നത്, നിങ്ങൾ തന്നെ ജനങ്ങളെ കണ്ടുമുട്ടി അവരുടെ ഒരു തോട്ട്സ് നിങ്ങൾ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മതി. ആരോപണവിധരായ ഉദ്യോഗസ്ഥരെ ഇങ്ങനെ തുടരാൻ അനുവദിക്കുന്നത് ശരിയാണോ? അല്ല, നോക്കൂ, ഇങ്ങനൊരു കൾച്ചർ തന്നെ, ഒരു പൊളിറ്റിക്കൽ രാഷ്ട്രീയ കൾച്ചർ തന്നെ ഇങ്ങനെ ആവുമ്പോൾ, അഴിമതിൻ്റെ കൾച്ചർ, ഈ ഏറ്റവും മുകളിൽ ഇരിക്കുന്ന ഒരു ചീഫ് മിനിസ്റ്ററിൻ്റെ മകള് അഴിമതിയിൽ ഒരു അക്യൂസ്ഡ് ആവുമ്പോൾ മറ്റൊരു പിന്നെ എന്താ ചെയ്യാൻ പോകുന്നു? ഒരു രാഷ്ട്രീയ കൾച്ചറായി മാറിയിട്ടില്ലേ? ആദ്യം കോൺഗ്രസ് ചെയ്തു എത്രയോ കൊല്ലം, ഇനിയിപ്പോൾ അതിൻ്റെ ഒരു PhD പോസ്റ്റ് ഡോക്ടറൽ മാസ്റ്റർ ആവുന്നത് CPM പിണറായി വിജയൻ. അത് സഖാവുമാരെന്നെ പറയട്ടെ. ഓക്കെ സാർ, താങ്ക് യു.